കണ്ണൂരേക്കാണ്, ധർമ്മടത്തേക്കാണ്. ധർമ്മടം മണ്ഡലത്തിൽ ഔദ്യോഗിക പ്രചാരണം ആരംഭിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ മുഖ്യമന്ത്രിക്ക് CPM പ്രവർത്തകർ വലിയ സ്വീകരണമാണ് നൽകിയത്. മട്ടന്നൂർ മുതലാണ് പിണറായി വിജയന്റെ റോഡ് ഷോ ആരംഭിച്ചത്. മുഖ്യമന്ത്രിയും കളത്തിൽ ഇറങ്ങിയതോടെ LDF ക്യാമ്പ് തിരഞ്ഞെടുപ്പ് ആവേശത്തിലാണ്. ദീപക് ധർമ്മടം വിവരങ്ങളുമായി ചേരുകയാണ്. ദീപക്, കഴിഞ്ഞ ദിവസം TK ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്തു വന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു കണ്ണൂരിലെ CPM-ന്. ഇപ്പോൾ മുഖ്യമന്ത്രി നേരിട്ടെത്തിയിരിക്കുന്നു. വലിയ ആവേശമായ റോഡ് ഷോ. എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണം മുഖ്യമന്ത്രിയുടേത്? എത്രത്തോളം ആവേശം കാഴ്ചകളാണ് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത്? ദിൽന ക്യാപ്റ്റൻ കളത്തിലിറങ്ങിക്കഴിഞ്ഞു. ഹോം ഗ്രൗണ്ടിലാണ് ആദ്യ മാച്ച്. കണ്ണൂരിലെത്തി എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ തന്നെ ആവേശം തീർക്കുകയായിരുന്നു. പാർട്ടി വലിയ പ്രതിസന്ധി നേരിടുന്ന ഘട്ടം. ഇന്നലെ ഈ നേരം പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കി കണ്ണൂരിലെ ഒരു മുതിർന്ന നേതാവ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കെതിരായ വലിയ കടന്നാക്രമണം നടത്തുകയായിരുന്നു. പക്ഷേ എന്നാൽ 24 മണിക്കൂർ പിന്നിടുമ്പോഴേക്കും വിജയത്തിന്റെ ശരീരഭാഷയുമായി പിണറായി വിജയൻ കണ്ണൂരിലേക്ക് ഇറങ്ങി. എയർപോർട്ടിൽ പ്രവർത്തകരുടെ, നേതാക്കളുടെ സ്വീകരണം. അത് കഴിഞ്ഞിപ്പോൾ റോഡ് ഷോ തുടരുകയാണ്. മട്ടന്നൂർ മണ്ഡലത്തിലാണ് എയർപോർട്ട് കിടക്കുന്നത്. അവിടെ നിന്നും തന്റെ സ്വന്തം മണ്ഡലമായ ധർമ്മടത്തേക്ക് എത്തുന്നു. ആദ്യം അഞ്ചരക്കണ്ടി പഞ്ചായത്ത്, അത് കഴിഞ്ഞ് വേങ്ങാട് പഞ്ചായത്ത്, ഇപ്പോൾ പിണറായി പഞ്ചായത്തിലേക്ക്, പിണറായി കൺവെൻഷൻ സെന്ററിനടുത്തേക്ക്, പിണറായി നഗരത്തിലേക്ക്, പിണറായി കവലയിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നു. പാർട്ടിക്കേറെ അടിത്തറയുള്ള മണ്ണിലൂടെയാണ് ഈ യാത്ര. ശരീരഭാഷയിൽ കൃത്യമായി പണ്ട് പിണറായി പ്രതിസന്ധി ഘട്ടത്തിൽ പറഞ്ഞതുപോലെ പ്രതിസന്ധി വരുമ്പോൾ പാർട്ടി തീപ്പന്തമാകും എന്ന ആവേശമാണ് അക്ഷരാർത്ഥത്തിൽ തീർത്തിരിക്കുന്നത്. വലിയ ആവേശത്തിൽ ദിൽന പറഞ്ഞതുപോലെ പ്രതിസന്ധിയിലായപ്പോൾ പാർട്ടി പ്രവർത്തകർക്ക് ആവേശം നൽകുന്ന ഒരു റോഡ് ഷോ ആയി ഇത് മാറുന്നു. അല്പസമയത്തിനകം തന്നെ പൊതുയോഗം തുടങ്ങും. പിണറായി എന്തു പറയുന്നു? ഈ വിവാദ വിഷയങ്ങളിൽ, പാർട്ടിക്കെതിരായ കടന്നാക്രമണത്തിൽ പിണറായിക്ക് എന്തു പറയാനുണ്ട്? ഇത്തരം ഘട്ടങ്ങളിൽ പഴയൊരു പാർട്ടി സെക്രട്ടറിയായി മുഖ്യമന്ത്രി മാറാറുണ്ട്. അതെന്തായിരിക്കും എന്ന് പറയുക എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ആവേശത്തിരയിളക്കിയുള്ള റോഡ് ഷോവിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദിൽന, റോഡ് ഷോയായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായിലെത്തിയത്. ധർമ്മടം മണ്ഡലത്തിൽ പ്രചാരണങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കം കുറിക്കുകയാണ് മുഖ്യമന്ത്രി. അല്പസമയത്തിനകം തന്നെ പൊതുയോഗം ആരംഭിക്കും. അതിൽ മുഖ്യമന്ത്രി എന്തു പറയും എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പാർട്ടിക്കകത്തുണ്ടായ പൊട്ടിത്തെറി, അതിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം വളരെ ശ്രദ്ധേയമാണ്. ദീപക് ധർമ്മടം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ദീപക്, ഈ പൊതുയോഗത്തിൽ മുഖ്യമന്ത്രി എന്ത് സംസാരിക്കും എന്നതിലേക്ക് തന്നെയാണ് എല്ലാവരും ശ്രദ്ധയോടെ കാത്തിരിക്കുന്നത്. ഏത് രീതിയിലുള്ള ഒരു പ്രതിരോധം തീർക്കാനാണ് CPM ശ്രമിക്കുന്നത് എന്നതിന്റെ കൂടി സൂചനയായിരിക്കും ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്നതും നമുക്ക് ഊഹിക്കാമല്ലോ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാർട്ടി പ്രതിസന്ധിയിലാവുന്ന സമയത്തൊക്കെ ഒരു പഴയ പാർട്ടി സെക്രട്ടറിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറാറുണ്ട്. ആ ശരീരഭാഷയാണ് നമ്മൾ ഇന്ന് മട്ടന്നൂരിൽ കണ്ടത്. വലിയ ജനാവലി, നേതാക്കൾ, പ്രവർത്തകർ. യഥാർത്ഥത്തിൽ 2 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നുള്ള പ്രവർത്തകർ മാത്രം വന്നാൽ മതി എന്ന നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷെ വലിയ ജനാവലിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 1 മണിക്കൂറിലേറെ പിന്നിട്ട് കഴിഞ്ഞു പിണറായിലേക്കുള്ള യാത്ര. അതിനിടയിൽ യാത്രാമധ്യത്തിൽ സ്ത്രീകൾ, കുട്ടികൾ എല്ലാവരും തന്നെ ആരാർപ്പണം ചെയ്യാൻ, അഭിവാദ്യം ചെയ്യാൻ തയ്യാറാകുന്നു. അങ്ങനെ റോഡിൽ കുട്ടികളെ കാണുമ്പോൾ മുഖ്യമന്ത്രി തന്നെ വണ്ടി നിർത്താൻ പറയുന്നു. അങ്ങനെ അവരെ പ്രത്യഭിവാദ്യം ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ വേങ്ങാട് പഞ്ചായത്ത്, മണ്ഡലത്തിലെ ആദ്യ പഞ്ചായത്തായ വേങ്ങാട്, അഞ്ചരക്കണ്ടി, അത് കഴിഞ്ഞിപ്പോൾ പിണറായി പഞ്ചായത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ കാത്തിരിക്കുന്നത് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എന്താണ് മുഖ്യമന്ത്രി പറയുന്നത് എന്നുള്ളതാണ്. ശരീരഭാഷയിൽ കൃത്യമായ സൂചനയുണ്ട്. പാർട്ടി പണ്ട് പറഞ്ഞതുപോലെ പ്രതിസന്ധിയിൽ പാർട്ടി തീപ്പന്തമാകും എന്നത് തന്നെയായിരുന്നു ആ ശരീരഭാഷ. ആ ആവേശം ഈ തെരുവോരത്ത് മൊത്തം കണ്ടിരുന്നു. ഇന്നലെ ഈ നേരത്ത് ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഉയർത്തിയ വെല്ലുവിളി, ആ വെല്ലുവിളി ഇന്ന് പിണറായി ഇറങ്ങിയതോടുകൂടി പ്രവർത്തകരുടെ ആവേശമായി മറുപടിയായി അത് മാറിക്കഴിഞ്ഞു. ഏതായാലും അല്പസമയത്തിനകം പിണറായിയിലെ പൊതുയോഗം, ഈ തെരഞ്ഞെടുപ്പിലെ ആദ്യത്തെ രാഷ്ട്രീയ പൊതുയോഗം, മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന പൊതുയോഗം ആരംഭിക്കും. അതിലായിരിക്കും എന്താണ് മുഖ്യമന്ത്രി പറയാൻ പോകുന്നത്. രാഷ്ട്രീയ കേരളം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതും അതുതന്നെയാണ്. അതിലപ്പുറത്തേക്കുള്ള വലിയ ആവേശത്തോടെയാണ് ഈ ആദ്യ റോഡ് ഷോ നടന്നുകൊണ്ടിരിക്കുന്നത്. ദിൽന, മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം നാടായ പിണറായിൽ എത്തിയിരിക്കുന്നു. ധർമ്മടത്തെ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഔദ്യോഗികമായ തുടക്കമാണ്. അതിൽ പൊതുയോഗം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.